ഓർമ്മിച്ച് നിങ്ങളൊരു സഹായം ചെയ്യുമെങ്കിൽ ഓരോരുത്തരും ഒന്ന് വാഗ്ദാനം പറഞ്ഞ് ഇതുവരെ നടക്കാത്തൊരു കാര്യം നിങ്ങളിത് എഴുതി വന്നതിന് വലിയ ഉപകാരവും നന്ദിയുണ്ട്. ഞാൻ ഒരു പ്രായം ചെന്ന ഒരാളാണ്. ഇവിടെ ഇനി ഒടിഞ്ഞ് കിടക്കണം. എപ്പോഴാണ് ഇന്ന് ഇടിഞ്ഞ് ഇവിടെ ചാവുമെന്ന് അറിയാനൊക്കെ പ്രായം ചെന്ന് എൻ്റെ അമ്മ മരിച്ചു കിടന്നത് വെള്ളത്തിലാണ്. കിടപ്പുരൊക്കെ എൻ്റെ അമ്മ മരിച്ചു കിടന്നത് മഴവെള്ളത്തിലാണ്. എൻ്റെ അമ്മ ഇവിടെ നിന്ന് ആൾക്കാർ വന്നപ്പോഴത്തേക്ക് അമ്മേനെ മഴവെള്ളത്തിലാണ് എടുത്ത് കിടത്തി കുളിപ്പിച്ചത്, എല്ലാം അവിടെ ചെയ്തത്. കിടക്കാൻ പോലും കിടന്നുറങ്ങാൻ പോലും പറഞ്ഞില്ല. പ്രായം ചെന്ന ഒരു കളവനും വാടകയ്ക്ക് ഒരു വീട്ടിലെ കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെയൊക്കെ കാര്യം വളരെ കഷ്ടമാണ്. നമ്മുടെ കേരളത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരണം കാഴ്ചവെക്കുമ്പോഴും 35ഓളം കുടുംബങ്ങൾ ഓരോ നിമിഷവും ഓരോ ദിവസവും തള്ളി നീക്കുന്നത് വളരെ ദയനീയമാണ്. ഞങ്ങൾ തന്നെ അവിടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് തന്നെ ഇവിടെ എങ്ങനെ മനുഷ്യജന്മത്തിൽ പിറന്നവരാണോ കിടന്നുറങ്ങുന്നത് എന്നാണ്. എന്തായാലും ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ രാഷ്ട്രീയക്കാർ യഥാർത്ഥത്തിൽ മനുഷ്യരാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനും അതോടൊപ്പം നമ്മുടെ കേരള സർക്കാരും ടൂറിസം വകുപ്പും കൂടെ ഒന്നിച്ച് വെച്ചു കൊടുത്ത ഒരു 55 കുടുംബങ്ങളുടെ വീടുകൾ ഇന്ന് കണ്ടാൽ അതിദയനീയമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യജന്മത്തിൽ പിറന്നവരാണ് അവിടെ കിടക്കുന്നു എന്ന് നമുക്ക് കണ്ടിട്ട് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾ ഇവിടെ കണ്ട കാഴ്ച. വീടിൻ്റെ ഗൃഹനാഥൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന്. ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ. നമ്മൾ വർഷങ്ങൾ കൊണ്ട് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്. കൗൺസിലർ അടുത്ത് പറഞ്ഞു, MLA അടുത്ത് പറഞ്ഞു, മന്ത്രിയുടെ അടുത്ത് നമ്മൾ വിവരങ്ങൾ കൊടുത്തു. നമുക്ക് പട്ടയമില്ല, പ്രമാണമില്ല, ഒന്നുമില്ല. ഒരു കൈവശ രേഖ തന്നിട്ടുണ്ട്. അത് തന്നെ നമുക്കുള്ള രേഖ. ഇവിടുന്ന് എപ്പോഴും ഇറങ്ങി പോകാൻ പറഞ്ഞോ അപ്പോഴും നമ്മൾ ഇറങ്ങി കൊടുക്കണം. അതാണ് നമ്മളെ അവസ്ഥ. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായാലും എന്തൊരുണ്ടായിരുന്നില്ല നമ്മൾ തന്നെ കിടന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നു. പിന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു അരയടിയാണ് കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ കൊടുത്താണ് ഞങ്ങൾ പൂശിയതും ഇതെല്ലാം ചെയ്തതും. എന്നിട്ട് പോലും നമ്മളെ കയ്യിൽ നിൽക്കില്ല. നമ്മളിവിടെ കടപ്പുറം പണിയാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, ഇപ്പോഴും നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ നടന്ന സമയമാണ്. ആ സമയത്ത് ഇവിടെ വോട്ട് ചോദിക്കാൻ കൗൺസിലർ വന്നിരുന്നു. മുൻ കൗൺസിലറും വന്ന് സ്ഥാനാർത്ഥികളും വന്നു. അവർ ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെയും പാലിച്ചിട്ടില്ല. ഒന്നും പാലിച്ചിട്ടില്ല. ഒരു വാഗ്ദാനങ്ങൾ എത്ര വർഷം കൊണ്ട് കിടക്കുകയാണ് ഇതേപോലെ? നമ്മൾ 10-50 വർഷത്തിൽ കൂടുതലായി. 50 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഇവിടെ ആദ്യം ചെറ്റപ്പരായിരുന്നു. അവിടുന്ന് സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നു. 45,000 രൂപ സ്കീം കൊണ്ടുവന്നു. അതിൽ വെച്ച് തന്ന വീടാണിത്. അരയടി ഫൗണ്ടേഷനേ ഉള്ളൂ. ഇത് തോണ്ടേ കാണാം, ഫൗണ്ടേഷൻ കാണാം. അതുകൊണ്ട് അരയടി ഫൗണ്ടേഷനേ ഉള്ളൂ. ഒരു കല്ലിന്റെ ഇതിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു ഹോളഫിന്റെ കല്ലിന്റെ ഇതിലാണ് ഇട്ടിരിക്കുന്നത്. ആ നിമിഷം ഇത് വേണമെങ്കിൽ ഇടിഞ്ഞു വീഴാം. അതെ, അപ്പൊ ഇവിടെ കിടക്കുന്ന ഇവരെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിദയനീയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളും ഈ വീട് കയറി കണ്ടതാണ്. കാരണം ഇപ്പോൾ ഓരോ വീട്ടിലെ പട്ടിക്കൂട് പോലും ഇതിനേക്കാളും അടിപൊളിയായിട്ടാണുള്ളത്. കാരണം ഈ വീട്ടിൽ ഈ കിടന്നുറങ്ങുന്ന ഇവർക്ക് യഥാർത്ഥത്തിൽ ഏതോ ഒരു ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രം അവർ ജീവിച്ച് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. എന്തായാലും നമ്മുടെ രാഷ്ട്രീയക്കാരുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ മന്ത്രിമാരോടും അതേപോലെ തന്നെ നമ്മുടെ പുതിയ മേയറോടും എന്താണ് പറയുവാനുള്ളത്? നമുക്ക് പറയാനുള്ള ഞങ്ങൾക്കൊരു വീട് വേണം. കയറി കിടക്കാനും വേണം. അടച്ചുറപ്പുള്ള ഒരു വീട് നമുക്ക് വേണം. അത് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വേണം. പട്ടയം പ്രമാണമുള്ള ഒരു കയർ കിടക്കുള്ള ഒരു വീട് വേണം. അതാണ് നമുക്ക് നേരത്തെ പറയാനുള്ളത്. ഞങ്ങൾ കിടക്കുന്ന വീടല്ലേ ഇത്. ഇത് പട്ടിത്തൊട്ട് പശുക്കൾക്ക് പോലും പിന്നെ ഒരു ഇതുണ്ട്. ഇത് അതിനെക്കാട്ടി കേവലം കെട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. അവരുടെ അടുത്ത് പറഞ്ഞ് തളർന്ന് അവരെ കാല് പിടിച്ചാൽ വോട്ടിന് മാത്രം അവർ വരും. കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും അവരെല്ലാം വോട്ടിന് വേണ്ടി മാത്രം വരും. അന്നേരം കുറെ വാഗ്ദാനങ്ങൾ നമുക്ക് തരണമല്ലാതെ ആ പോയിട്ട് ഇപ്പൊ ഈ വാഗ്ദാനം തരുന്നവരെ പിന്നെ കാണാറുണ്ടോ? ഇല്ല, തിരിഞ്ഞു പോലും നോക്കാറില്ല. എല്ലാ പാർട്ടിയും ഏകദേശം ഉള്ള എല്ലാ പാർട്ടിയും സ്വന്തം കാര്യം അവരുടെ കാര്യങ്ങൾ അവർ നേടിയെടുക്കും. എല്ലാം അവരുടെ ബന്ധുക്കളെ അവരുടെ കാര്യങ്ങൾ അവർ നേടിയെടുക്കും.
ബാക്കിയുള്ള ജനങ്ങൾ എങ്ങനെ കിടക്കേ ഏത് രീതി കിടക്കുകയെന്ന് അവർക്ക് ചിന്തയില്ല. അപ്പൊ ഇതിനകത്തുള്ള ഈ പറയുന്ന 55 കുടുംബങ്ങളും ഇതേപോലെയുള്ള വീടുകളാണ്. എല്ലാം ഇതേപോലെ തന്നെ നിങ്ങൾ കയറി നോക്കിയാൽ എല്ലാം ഇതേപോലെ തന്നെ ഇടിഞ്ഞ് തൊഴിഞ്ഞ് ഇതിനെക്കാട്ടി കേവലം കെട്ട വീടുകൾ ഇവിടെ കിടപ്പുണ്ട്. കയറി കിടക്കാമില്ലാത്തവർ ഒഴിഞ്ഞു പോയവരും ഉണ്ട്. കയറി കിടക്കാനില്ലാത്ത ഇത് മക്കളെയും കുട്ടികളും മഴ വരുമ്പോൾ ഞങ്ങൾ താർപ്പ് കെട്ടിയാണ് ഞങ്ങൾ വെളിയിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സർക്കാർ എവിടെയെങ്കിലും അതിനുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതായിട്ട് എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പ്രവർത്തനമായിട്ട് നമുക്കറിവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. അപ്പോൾ ഒരു അറിവുമില്ല. എങ്കിൽ നമ്മൾ അതിനുവേണ്ടി അങ്ങനെ നമ്മൾ ശ്രമിച്ചെങ്കിൽ അങ്ങനെ ഒരു അറിവും ഇതുവരേക്കും ഇല്ല. ഇല്ല. എനിക്ക് 49 വയസ്സായി. ഈ 49 വർഷം കൊണ്ട് നമ്മൾ ഇവിടെ ദുരിതത്തിൽ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ 49 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണല്ലോ. അതന്നെ. വയസ്സായ ഒരാള് ഈ ഒരു വീട്ടിൽ കിടക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അവരെ കുടുംബത്തിന് ആളിനെ ഇല്ലാതാവും. കേട്ടോ, ഇത് കണ്ടോ? ഇതേപോലെ ഇത്രയ്ക്ക് വയസ്സായ ആൾക്കാരാണ്. എന്ത് രാഷ്ട്രീയം അല്ലെങ്കിൽ എന്ത് നേതാവ്? നിങ്ങൾ കിടക്കുന്ന വീട് ഇതേപോലെയാണോ? അല്ലെങ്കിൽ നിങ്ങളെ വീടുകൾ ഇതേപോലത്തെ സ്ഥലത്ത് ഒരു ദിവസം നിങ്ങൾക്ക് അന്തി ഉറങ്ങാൻ പറ്റുമോ? ഈ പറയുന്ന ഈ ഒരു വയസ്സായ ഈ ഒരു അപ്പൂപ്പനൊക്കെ ഈ ഒരു വീട്ടിൽ കിടക്കുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ട അടർന്ന് വീണാൽ ഈ അപ്പൂപ്പൻ എങ്ങോട്ട് പോകും? ഇവിടുത്തെ അവസ്ഥ ഇതൊന്നും കാണാതെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒന്നുമില്ല. എല്ലാം ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയാം. ഗവൺമെന്റിനോടും കോർപ്പറേഷനോടും മാവന് പറയാനുള്ള കാര്യം ഒന്ന് പറയും. ദൈവത്തെ ഓർമ്മിച്ച് നിങ്ങളൊരു സഹായം ചെയ്യുമെങ്കിൽ ഓരോരുത്തരും ഒന്ന് വാഗ്ദാനം പറഞ്ഞിട്ട് ഇതുവരെ നടക്കാത്തൊരു കാര്യം നിങ്ങൾ ഒഴുകി വന്നതിന് വലിയ ഉപകാരവും നന്ദിയുണ്ട്. ഞാൻ ഒരു പ്രായം ചെന്ന ഒരാളാണ്. ഇവിടെ ഇടിഞ്ഞ് പൊടിഞ്ഞ് കിടക്കണം. എപ്പോഴാണ് ഇന്ന് ഇടിഞ്ഞ് വിട്ട് ചാവുമെന്ന് അറിയാനൊക്കെ പ്രായം ചെന്ന ഞാനാണ്. എനിക്ക് എങ്ങോട്ടും തിരിയാൻ പക്ഷേ നടക്കാൻ പക്ഷേയില്ലാത്ത ആളാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ചെയ്യുമെങ്കിൽ ഒരു ഉപകാരമായിരിക്കും. നമ്മുടെ ഈ 55 വീടുകളിൽ താമസിക്കുന്ന ഒരു സഹോദരിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെയുണ്ട് അവിടെ കിടക്കാൻ? സുഖം തന്നെ, അടിപൊളിയാണ്. കിടക്കാൻ സുഖം. നമ്മൾ ചെറ്റ വീടായിരുന്നപ്പോഴത്തേക്ക് കിടക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ സിമന്റ് ഇട്ട വീടൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് വെള്ളം ഒന്നും വെളിയിൽ പോകില്ല, എല്ലാം അകത്ത് തന്നെ. ഒരു 2 ദിവസം മഴ പെയ്താൽ നമ്മൾ പിന്നെ ബക്കറ്റ് വെച്ച് കോരി ഇറക്കേണ്ട അവസ്ഥയാണ്. 13 വർഷം വരെ എന്റെ അമ്മ കിടപ്പ് രോഗിയായിരുന്നു. എന്റെ അമ്മ മഴവെള്ളത്തിലാണ് കിടക്കുകയും ചെയ്തത്. കൗൺസിലർ വന്നപ്പോഴത്തേക്ക് എന്റെ അമ്മ കിടപ്പ് രോഗിയായിട്ട് ഈ കട്ടിൽ തന്നെ കിടന്നു. അപ്പോഴും വെള്ളമായിരുന്നു. അപ്പോഴും കൗൺസിലർ പറഞ്ഞു നമുക്ക് അവിടെ ഫ്ലാറ്റ് വെച്ചാൽ അങ്ങോട്ട് മാറി. ഈ കിടപ്പ് രോഗിയെ കൊണ്ടുപോയാൽ എന്റെ ജോലി സ്ഥലം ഇവിടെ. ഞാൻ എന്റെ അമ്മയെ നോക്കുക, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ഓടിക്കുന്നു നടക്കും. എന്റെ അമ്മ മരിച്ചു കിടന്നതും വെള്ളത്തിലാണ്. കിടപ്പ് രോഗിയായി എന്റെ അമ്മ മരിച്ചു കിടന്നത് മഴവെള്ളത്തിലാണ്. എന്റെ അമ്മ ഇവിടെ നിന്ന് ആൾക്കാർ വന്നപ്പോഴത്തേക്ക് അമ്മേനെ മഴവെള്ളത്തിലാണ് എടുത്ത് കിടത്തി കുളിപ്പിച്ചത്, എല്ലാം അവിടെ ചെയ്തത്. ഈ 55 വീടിന്റെ അവസ്ഥ അത് തന്നെയാണ്. ഏത് വീട് ചെന്ന് നോക്കിയിരുന്നാലും മേളിലെ കമ്പി എല്ലാം കാണാം, വാർത്തയുടെ കമ്പി എല്ലാം കാണാം. ഇപ്പോൾ ചേച്ചിയുടെ വീട്, ഈ വീട്ടിലെ ചേച്ചിയുടെ കാലിൽ കൂടെയാണ് ഇത് സെൻസറിന്റെ വീടിനകത്തുള്ളത് ഇടിഞ്ഞ് വീണ് കാലിന്റെ എല്ല് പൊട്ടി. പിന്നെ വേറൊരു വീട്ടിലാണെങ്കിൽ മന്ദബുദ്ധിയായ സഹോദരിയുണ്ട്. ആ വീട്ടിൽ എല്ലാം ഇടിഞ്ഞ് വീണ്. എല്ലാ കൗൺസിലർമാർ വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാം കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ പുതിയ കൗൺസിലറായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് കൗൺസിലറിന്റെ അടുത്ത് നമുക്കൊരു ഓടയില്ല, മഴവെള്ളം പോകാനുള്ള ഓടയില്ല, ഡ്രെയിനേജ് പോകാനുള്ളൊരു വഴിയില്ല. ഈ മഴവെള്ളം വരുമ്പോഴത്തേക്ക് എല്ലാ വീട്ടിലെയും ഡ്രെയിനേജ് എല്ലാം ഒഴുകി വരണത് അപ്പുറത്തെ വീട്ടിലാണ്. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ദൈവം സഹായിച്ച് വേറെ മാരകമായ അസുഖങ്ങളൊന്നുമില്ല. എന്തായാലും ഓരോ ദിവസം നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴും രാവിലെ എണീക്കും എന്നുള്ളത് ദൈവത്തിന്റെ കടാക്ഷം കൊണ്ടാണെന്നാണ് ഞങ്ങൾക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചത്. അതാണോ? ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ 55 വീട്ടിലുള്ള ആൾക്കാർ ജീവിച്ചു പോണത്. നമ്മളിവിടുത്തെ ക്ഷേത്രമുണ്ട്, ഗണപതി ക്ഷേത്രം. ആ ഭഗവാനുള്ളതുകൊണ്ട് നമുക്ക് വിശ്വാസം, ദൈവം എല്ലാം ഒന്നാണ്. എന്നാലും നമ്മളെ വിശ്വാസം കൊണ്ട് നമ്മളെ കാത്തു രക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന തലമുറക്കെങ്കിലും നല്ല രീതിയിൽ കിടക്കാൻ ഒരു വീട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഇപ്പം എൻ്റെ മോളിപ്പോൾ BSc നഴ്സിംഗിന് 4 വർഷം കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഈ വീട്ടിൽ കിടന്നിട്ടാണ് എൻ്റെ കൊച്ചു പഠിക്കാൻ പോകണം. അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് മക്കളെ പഠിപ്പിക്കുക. അപ്പോൾ അവർക്കൊരു ഉന്നതത്തിൽ ഒരു ഭാവി വരുമ്പോഴത്തേക്ക് ഒരു കുടുംബമാവണം, കുട്ടികളാവണം. അവിടെ അങ്ങനെയൊന്നും കിടത്താനുള്ള ഒരു സൗകര്യം പോലും ഇല്ല. ഈ വീടെന്ന് പറഞ്ഞ് ഒരു വരാന്തയുണ്ട്, ഒരു മുറിയുണ്ട്. 3-4 മക്കളുള്ളിടത്ത് എങ്ങനെ കിടക്കും? അച്ഛനും അമ്മയും 3 മക്കളും എല്ലാം ഉള്ളിടത്ത് കല്യാണം കഴിഞ്ഞു വന്നാൽ അവരെവിടെ കിടത്തും? എന്തായാലും നിങ്ങളുടെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഇലക്ഷൻ നടന്നല്ലോ, എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെ വന്നതാണ്. അന്ന് എന്തോ പറഞ്ഞവരല്ല? എല്ലാ സ്ഥാനാർത്ഥികളും പറഞ്ഞത് പൊഴിക്കര 55 വീടുണ്ടെങ്കിൽ അതിന്റെ മുതൽ പണി തീർത്തവര് പുതിയ വീട് വെച്ച് തരും. നിങ്ങൾ അതിൽ യാതൊന്നും കൊണ്ട് പേടിക്കേണ്ട. വോട്ട് എല്ലാവർക്കും വേണം. ഈ വോട്ട് സമയത്ത് എല്ലാ സ്ഥാനാർത്ഥികളും BJP-ക്കാർ വരും, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാർ വരും, എല്ലാവരും വന്ന് നല്ല വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് പോണത്. പക്ഷെ ഇതുവരെ നമുക്കിതൊരു നിലവിധി ഒന്നും കിട്ടിയിട്ടില്ല. ഈ സ്ഥാനാർത്ഥിമാര് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എത്ര വർഷം കൊണ്ട് ഈ വാഗ്ദാനം പറയുന്നുണ്ട്?
അവർ എത്ര വർഷങ്ങളും എനിക്ക് അറിവ് വെച്ച കാലം മുതലേ അവർ ഈ വാഗ്ദാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആന്റണി രാജുവും എന്റെ ടൂറിസം ഡയറക്ടർ ബാലകൃഷ്ണൻ സാർ ഉണ്ടായിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഈ വീട് വെച്ച് തന്നത്. MLA ആയിരുന്നു ടൂറിസം ഡയറക്ടർ ആയിരുന്നു ബാലകൃഷ്ണൻ സാർ. എന്റെ അടുത്ത് സഹോദരി പറഞ്ഞല്ലോ, എന്റെ അടുത്ത് പറഞ്ഞ എന്താണ്, ഓലക്കെട്ടമാണെങ്കിൽ ഇടിഞ്ഞ വീട് ഒന്നെങ്കിലും പേടിക്കണ്ട. ഇതിപ്പോ ഈ കമ്പി പോലും യഥാർത്ഥത്തിൽ കോൺട്രാക്ട് എടുത്തവൻ ആദ്യം കൊടുക്കണ അവാർഡ് ഇതിൽ ഒരു കമ്പി ഞങ്ങൾ കണ്ടിരുന്നു പറഞ്ഞാൽ കമ്പി എന്ന് പറഞ്ഞ സംഗതി അതിനകത്ത് ഇട്ടിട്ടില്ല. പിന്നെ അടിസ്ഥാനത്തിന് വേറെ എനിക്ക് തോന്നുന്നത് വേറെ എന്തോ സാധനമാണ് അതിൽ കയറ്റി വെച്ചേക്കുന്നത്. ആ രീതിയിലാണ് ഇത്. മനുഷ്യ ജന്മത്തിൽ പിറന്നവരല്ലേ ഇങ്ങനെ കിടക്കുന്നത്. എന്തായാലും നമ്മുടെ നേതാക്കൾ ഇവർക്ക് എന്തെങ്കിലും ഒരു നടപടി എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ വളരെ കഷ്ടമാണ് ഇവരുടെ അവസ്ഥ. അവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഫിഷറീസിൽ അംഗത്വം ഉള്ളവരുണ്ട് നമ്മളിവിടെ തന്നെ, കുറച്ച് പേര് ഫിഷറീസിൽ അംഗത്വം ഇല്ലാത്തവരുണ്ട്. അപ്പൊ ഫിഷറീസിൽ അംഗത്വം ഉള്ളവർക്ക് 10,000 രൂപ കൊടുത്തിട്ട് അവർ തന്നെയാണ് ആ വീട് വേറെ സ്ഥലം മാറ്റി വെക്കണം പറയും. പക്ഷെ ബാക്കി ഫിഷറീസിൽ അംഗത്വം ഇല്ലാത്തവർ എന്ത് ചെയ്യും? അവർക്ക് കോർപ്പറേഷൻകാർ നടപടി എടുക്കണ്ടേ? ഫിഷറീസിൽ അംഗത്വം ഉള്ള ഒരു പോയിന്റ് കിട്ടും. 55 വീടുണ്ട്, അവർ 25 പേര് പോയാലും ബാക്കി 25 പേരില്ലേ, അവർക്ക് എന്തെങ്കിലും ഒരു നടപടി ചെയ്തുകൂടെ? എന്തായാലും ഫിഷറീസ് അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ കോർപ്പറേഷൻ അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഗവൺമെന്റ്, നിങ്ങൾക്ക് ആധാരമുള്ള ഒരു മനുഷ്യൻ തന്നെ ആണല്ലോ. പക്ഷെ പട്ടയമില്ല, പ്രമാണമില്ല, കൈവശ രേഖ മാത്രമേ ഉള്ളൂ. അതും വേണ്ടേ? അത് പട്ടയം വേണം, പ്രമാണം ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ 2 സെന്റെങ്കിലും എവിടെയെങ്കിലും നമുക്ക് വിറ്റിട്ട് പോകാനുള്ള സാഹചര്യം ഇല്ല, വാടകയ്ക്ക് കൊടുക്കാനും പറ്റൂല. ആ ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ കിടക്കുന്നത്. പട്ടയമല്ല, പ്രമാണമല്ല. അപ്പോൾ കോർപ്പറേഷൻ പറയും പട്ടയം പ്രമാണമല്ല, എന്തിനു തരാതെ. എൻ്റെ മോളെ പഠിക്കാൻ വേണ്ടി എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി അവിടെ ചെന്ന് ബാങ്ക് ചെന്നപ്പോഴത്തേക്ക് അവർ പറയാണ് നിങ്ങൾക്ക് വീട്ടിൽ പട്ടയം പ്രമാണം ഉണ്ട്, എന്നാലേ പൈസ കൂടുതൽ തരാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ മോൾക്ക് ഇപ്പോൾ പഠിക്കണമെങ്കിൽ 4,4 ലക്ഷം രൂപ അവർ തന്നോളൂ. ഒരു കൊച്ചു BSc നഴ്സിംഗ് പഠിച്ചിറങ്ങണ രൂപ എത്ര വേണമെന്ന് ആലോചിച്ചാൽ ഒരുപാട് വേണം. ഈ ഒരു ചുറ്റുപാടിൽ നിന്ന് ഒരു കുട്ടീനെ BSc നഴ്സാക്കി പഠിപ്പിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. എന്തായാലും നിങ്ങളുടെ ഈ കുട്ടിയുടെയും ഭാവി നല്ലൊരു ഭാവിയിൽ എത്തട്ടെ. എനിക്ക് തന്നെ ഇതിൻ്റെ ഈ സൺസെറ്റിൻ്റെ താഴെ നിൽക്കാനായിട്ട് പേടിയാവുന്നുണ്ട്. എന്തായാലും ഇവിടെ കഴിയുന്ന നമ്മുടെ ഈ ചേട്ടനോട് തന്നെ ഇവിടുത്തെ വിവരങ്ങൾ ചോദിക്കാം. ഒരുപാട് പരാതികളും കാര്യങ്ങളും നമ്മൾ മാറി മാറി വരുന്ന സർക്കാരിൻ്റെ അടുത്ത് വാഗ്ദാനങ്ങൾ അവരിങ്ങനെ ഇലക്ഷൻ പ്രമാണിച്ച് വന്ന് വോട്ടുകൾ ചോദിക്കും, നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാമെന്നൊക്കെ പറയും. വളരെ ദയനീയമെന്നുള്ള അവസ്ഥയിലാണ്. കിടക്കാൻ പോലും കിടന്നുറങ്ങാൻ പോലും നിവർത്തില്ല. പ്രായം ചെന്ന ഒരു കളവനെ വാടകയ്ക്ക് ഒരു വീട്ടിലേക്ക് കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെയൊക്കെ കാര്യം വളരെ കഷ്ടമാണ്. ഇവിടെ കൊണ്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ സർക്കാർ പട്ടയം തരണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓരോ 2 സെന്റ് സ്ഥലത്തിൽ ഓരോ വീട് വെച്ച് തന്നാൽ അത്രയും ഒരു പുണ്യമാവും. ഞങ്ങൾ എങ്ങനെ കയറി കിടക്കുന്നത് കാണുന്നില്ല, എല്ലാം ഇടിഞ്ഞ് പൊരിഞ്ഞ് എല്ലാം കിടക്കുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. വയസ്സായ ആൾക്കാരെയൊക്കെ കൊണ്ടുപോകാനും വരാനും ഒക്കെ ഭയങ്കര പാടാണ്. ഇപ്പം ഇതിനെ ഇടിഞ്ഞ് വീണിട്ട് 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഷീറ്റ് ഇട്ടിക്കണത്. എല്ലാം കൂടെ ചെയ്ത് പറക്കി വരുമ്പോൾ ഒരുപാട് തുകയാവണം. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റും. മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾ. ഈ കടലിൽ പോയി കിട്ടിയെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല. ഇന്നും ഒരാഴ്ച കൊണ്ട് കടലിലൊന്നും ഇല്ല. വളരെ ബുദ്ധിമുട്ടിലൊക്കെയാണ് കഴിയുന്ന ആൾക്കാർ. സർക്കാർ മാറി മാറി വരുന്നവർ വീട് വെച്ച് തരാം, അത് ചെയ്യാം, ഇത് ചെയ്യാന്ന് പറഞ്ഞ് ഇലക്ഷൻ പ്രമാണിച്ചെന്ന് വോട്ടും പിടിച്ചോണ്ട് അവർ പിന്നെ ഈ ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കതേ ഇല്ല. ഇത്ര എനിക്ക് പറയാനുള്ളത്. സർക്കാർ കനിയണം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് എവിടെയോ തൊട്ടടുത്ത് വീട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മുടെ സർക്കാർ. എന്താണ് അതിൽ നിങ്ങൾക്ക് വീട് നിങ്ങൾക്ക് ഉണ്ടോ? വീട് അവർ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ലിസ്റ്റ് ആയിട്ടില്ല. അവിടെ പണി തുടങ്ങുമ്പോൾ ലിസ്റ്റ് എടുത്തിട്ട് അവർ ഫ്ലാറ്റ് തരാന്നാണ് പറയുന്നത്. ഇതുവരെ ഒന്നും അറമ്പാതായില്ല. അപ്പൊ എന്തായാലും അതുവരെ ഈ പാവങ്ങൾക്ക് കിടന്നുറങ്ങുവാൻ വേണ്ടി അത്യാവശ്യമായി ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇതിനെ മെയിൻ്റെനൻസ് ചെയ്ത് കൊടുക്കാൻ ഒരു സംവിധാനം സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിന് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി മുന്നിട്ട് നിൽക്കണം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്.